ഉണ്ടെങ്കിൽ അവർ കളിക്കാൻ പറ്റിയൊരു കിട്ടിലും കളിപ്പാട്ടം ഞാൻ പറഞ്ഞുതരാം. കളിപ്പാട്ടമല്ല, നിങ്ങൾ കണ്ടു നോക്കുക എന്താണെന്ന്. അത് നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കും. നിങ്ങൾക്കത് പർച്ചേസ് ചെയ്ത് കൊച്ചുകുട്ടികൾ കൊടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ ഒരു DSLR ക്യാമറ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഒരു DSLR ക്യാമറയുടെ ഒരു ഡമ്മി വേർഷനാണ്. ഡമ്മി വേർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഗെയിംസ് കളിക്കാം, എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിന് ഏകദേശം 600 രൂപയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ഒരു മെമ്മറി കാർഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഫുൾ ആകുന്നത് വരെ ഇത് റെക്കോർഡ് ചെയ്യാം. പിന്നെ ആ മെമ്മറി കാർഡ് ഊരി നമുക്ക് ലാപ്ടോപ്പിലോ മൊബൈലിലോ ഇട്ട് ഇതിൽ എടുത്ത ഫോട്ടോസ് കാണുകയും ചെയ്യാം. ഫോണിലെടുക്കുന്ന അല്ലെങ്കിൽ DSLR എടുക്കുന്ന അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു ക്യാമറയാണ്. ഇതാണ് ക്യാമറ കാണുമ്പോൾ തോന്നുന്നത്. മുകളിലൊരു പവർ ബട്ടണുണ്ട്. മുകളിൽ കാണുന്ന സ്വിച്ചാണ് ഓണും ഓഫും. ഈ കാണുന്ന സ്വിച്ച് ടോപ്പിൽ നമുക്ക് ഓണും ഓഫും കൊടുക്കാം. പിന്നീട് ഒരു പവർ ഓണും ഓഫും സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു 4 കീയും കൊടുത്തിട്ടുണ്ട്, മുകളിലോട്ടും താഴോട്ടും. അങ്ങനെ ഒരു 4-5 കീ കൊടുത്തിട്ടുണ്ട്. അകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറ ഓൺ ആകും. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് എടുക്കാം. ക്ലിക്കായി കഴിഞ്ഞാൽ അത് സേവ് ആയിട്ട് ഈ ഒരു ഇതിനകത്തെ സ്റ്റോറേജിൽ സ്റ്റോർ ആകും. വീഡിയോ എടുക്കണമെങ്കിൽ പക്ഷേ SD കാർഡ് ഇടണം. അത്രയ്ക്ക് വലിയ ലെങ്തുള്ള വീഡിയോ എടുക്കണമെങ്കിൽ SD കാർഡ് ഇട്ടേ പറ്റത്തുള്ളൂ. ഇതിൽ ഞാൻ ഇപ്പോൾ SD കാർഡ് ഇട്ടിട്ടില്ല. നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇതിൽ തന്നെ സ്ലൈഡ് ചെയ്ത് കാണാവുന്നതാണ്. അത് മാത്രമല്ല, അതിനകത്ത് ഗെയിംസ് ഉണ്ട്. പിന്നീട് MP3 സോങ്സ് കേൾക്കാൻ SD കാർഡ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ഫങ്ഷൻസ് ഈ ചെറിയൊരു പ്രോഡക്റ്റിനകത്തുണ്ട്. സംഭവം എനിക്ക് അതിശയമായിട്ട് തോന്നി. കാരണം ഈ ഒരു റേറ്റിൽ ഈ ചെറിയൊരു ഡിവൈസിൽ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റ ക്യാമറയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായപ്പം ക്യാമറ ഓൺ ചെയ്തു സ്ലൈഡ് എടുത്ത് കഴിഞ്ഞാൽ വീഡിയോ സെറ്റിങ്സ് വരും. അതിനുശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ SD കാർഡ് ഇടാത്തതുകൊണ്ടാണ് റെക്കോർഡ് ആവാൻ പറ്റാത്തത്. ഒരു ചെറിയൊരു 16 GB 8 GB മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ സ്ലൈഡ് ചെയ്യുമ്പം ഇതിനകത്തൊരു ഗെയിം ഓപ്ഷനുണ്ട്. ഗെയിം എടുത്തു കഴിഞ്ഞാൽ ഗെയിമും കളിക്കാൻ പറ്റും. ഒരു 8 ഗെയിം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗെയിം എന്താണെന്ന് കാണിച്ചു തരാം. അതിലെ മെനു എടുത്തതിന് ശേഷം സ്ലൈഡ് താഴോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്നേക്കിൻ്റെ ഗെയിമുണ്ട്, പിന്നെ ഒരു പസിൽ ഗെയിമുണ്ട്, പിന്നെ ഇതാണ് ഈ കാണുന്ന ഗെയിം, പണ്ടത്തെ നോക്കിയുടെ ഫോണിലെ ഒരു സ്നേക്ക് ഗെയിം. അത്യാവശ്യം കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഡിവൈസാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സ് ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് എനിക്കത് വളരെ ഗുണമായിട്ട് തോന്നി. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊബൈലിൽ നിന്നും കുറച്ച് ടൈം ഇങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷൻ ഒരുപാട് കുറഞ്ഞ് കിട്ടും. ഞാൻ ഒരുപാട് പ്രായമുള്ള കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, ചെറിയൊരു 5-6 വയസ്സ് ഉള്ള കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഉപയോഗിച്ച് നോക്കിയ അടിപൊളി പ്രോഡക്റ്റാണ്. പിന്നീട് ഇത് C ടൈപ്പ് ചാർജറല്ല ഉപയോഗിക്കുന്നത്, നോർമൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.